Hi students, welcome to Mohan School of Maths. Today we are discussing the first lesson, sets. The concept of sets is used almost every branch of mathematics. Sets are used to define the concept of relations and functions. Our second chapter is what? Relations and functions. The study of geometry, sequences, probability, etc. requires the knowledge of sets. The theory of sets was developed by a German mathematician, Georg Cantor. In this chapter, we discuss some basic definitions and operations involving sets. So, let us move to class. It's me, Mohan. So, our first heading is sets and their representations. Sets and their representations. So, first we have to define what set. നമുക്ക് ഒരു സെറ്റിനെ ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് എ സെറ്റ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളം സെറ്റുകൾ, ധാരാളം കളക്ഷനെ കുറിച്ച് പറയാറുണ്ട് അല്ലേ? എ ക്രൗഡ് ഓഫ് പീപ്പിൾ അല്ലേ? ജനങ്ങളുടെ കൂട്ടം, ക്രൗഡ് ഓഫ് പീപ്പിൾ. എ ബെഞ്ച് ഓഫ് കീസ്, അല്ലെങ്കിൽ എ ടീം ഓഫ് പ്ലെയേഴ്സ്. എ ടീം ഓഫ് പ്ലെയേഴ്സ് എന്നാണ് പറയുക അല്ലേ? കളിക്കാരുടെ കൂട്ടം, ടീം ഓഫ് പ്ലെയേഴ്സ്. എ പാക്ക് ഓഫ് കാർഡ്സ് അല്ലേ? എ പാക്ക് ഓഫ് കാർഡ്സ് എന്നേ പറയാറുണ്ട്. In mathematics, we are using what now? Collection of natural numbers. എണ്ണൽ സംഖ്യകളുടെ കൂട്ടം. Like collection of prime numbers. Like that. Okay. See on the board. Here, you can see some collections. Here also what? Some collections. What is first collection? See, odd natural numbers less than 10. എന്താണ്? Odd natural numbers less than 10. അതെന്താണ്? 10ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളാണ് അല്ലേ? ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10. ഏതെല്ലാമാണ്? വിച്ച് ആർ ദ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10? സംശയമുണ്ടോ? നോ ഡൗട്ട് അല്ലേ? ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദ നമ്പേഴ്സ് ആർ 1, 3, 5, 7, 9 അല്ലേ? 1, 3, 5, 7, 9 ആർ വാട്ട്? ദ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് യാതൊരു സംശയമില്ല, വളരെ ക്ലിയർ ആണ്. ദ നമ്പേഴ്സ് ഏതാണ്? 1, 3, 5, 7, 9 എന്ന് പറഞ്ഞു. സി വാട്ട് ഇസ് നെക്സ്റ്റ്? ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ നദികൾ അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ നദികൾ എന്ന് പറഞ്ഞാൽ ദ കളക്ഷൻ ഓഫ് റിവേഴ്സ് ഓഫ് ഇന്ത്യയാണ്. നമുക്കറിയാം, നമ്മൾ ഭാരതപ്പുഴ അതിൽ പെടും അല്ലേ? കാവേരി പെടും, അല്ലെങ്കിൽ ബ്രഹ്മപുത്ര പെടും അല്ലേ? ഗംഗ പെടും, ഇതൊക്കെ പെടും. നിങ്ങൾ ചോദിക്കുകയാണ് നൈൽ പെടുമോ? നൈൽ നദി ഇല്ല, കാരണം നൈൽ എവിടെയല്ല? ഇന്ത്യയിലല്ല. അപ്പോൾ ഈ റിവേഴ്സ് ഓഫ് ഇന്ത്യയിൽ ഏതെല്ലാം നദികളുണ്ട് എന്ന് സംശയമൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ അറിയാത്തതുകൊണ്ട് എല്ലാ പേരും അറിയില്ല, എങ്കിലും അതിന് സംശയമൊന്നുമില്ല. ഏതാണ് റിവേഴ്സ് ഓഫ് ഇന്ത്യ? ഇറ്റ്സ് വെരി ക്ലിയർ ആണ്. വാട്ട് ഇസ് നെക്സ്റ്റ് നോ? ദ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ x² - 5x + 6 = 0. x² - 5x + 6 = 0 എന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്. It is very clear that the solutions are 2 and 3. ഏതാണ്? 2 ഉം 3. അപ്പോൾ ഇത്തരം സെറ്റുകളിൽ ഇവിടെയൊക്കെ നോക്കൂ, ഇവിടെയൊക്കെ ഇറ്റ് ഈസ് വെരി ക്ലിയർ, നോ ഡൗട്ട്. വാട്ട് ആർ ദ എലമെൻറ്റ്സ് അല്ലേ? ആ കൂട്ടത്തിൽ ആരെല്ലാം അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. ദാറ്റ് മീൻസ് ദീസ് ആർ വെൽ ഡിഫൈൻഡ്. ദീസ് ആർ വാട്ട്? വെൽ ഡിഫൈൻഡ്. സി, ദീസ് ആർ വാട്ട്? വെൽ defined. Now see here, beautiful flowers. Beautiful flowers അല്ലേ? മനോഹരമായ പൂക്കൾ. അപ്പം നിങ്ങളോട് പറയാണ്, റൈറ്റ് ദ നെയിംസ് ഓഫ് 10 flowers, 10 beautiful flowers അല്ലേ? 10 സുന്ദരങ്ങളായ മനോഹരങ്ങളായ പൂക്കളുടെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരേ പേര് എഴുതുമോ? ഇല്ല അല്ലേ? വ്യത്യസ്തങ്ങളായ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളുണ്ടാവും. കാരണം എന്താണ്? ഏറ്റവും മനോഹരമായ പൂവ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ആളുകൾക്കനുസരിച്ച് മാറും. മാത്രമല്ല ദേശങ്ങൾക്കനുസരിച്ച് മാറും അല്ലേ? രാജ്യങ്ങൾക്കനുസരിച്ച് മാറും. ഇന്ത്യയിലുള്ള ആളുകൾ എഴുതുന്നതായിരിക്കില്ല ജപ്പാനിലുള്ള ആളുകൾ എഴുതും. സോ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് അല്ലേ? നോക്കൂ, ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്
നിങ്ങളോട് പറയാണ് റൈറ്റ് ദ നെയിംസ് ഓഫ് 5 ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. ഉത്തരം എന്താ എഴുതുക നിങ്ങൾ? അല്ലേ, നിങ്ങൾ പൂച്ച എഴുതോ? എഴുതില്ല. എന്നാൽ ചില ആളുകൾ പൂച്ച എഴുതും, ചില ആളുകൾ പൂച്ചന് പേടിയായിരിക്കും, ചില ആളുകൾ എന്ത് എഴുതും? നായ, ഡോഗ് എഴുതും അല്ലേ. ചില ആളുകൾ ഇപ്പം ലയൻ, സിംഹമായിരിക്കാം എഴുതാം, ചില ആളുകൾ വേറെ എഴുതാം. സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് പ്രോപ്പർലി. നമുക്ക് ഡേഞ്ചറസ് ആനിമൽസിൽ ഏതെല്ലാം ഉൾപ്പെടും എന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ആളുകൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. സി, ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ അല്ലേ, ഇന്ത്യയിലെ ടാലൻറ്റഡ് റൈറ്റേഴ്സ്, ഇന്ത്യയിൽ ധാരാളം എഴുത്തുകാരുണ്ട്. നമ്മളെ കേരളത്തിലുണ്ട്, മലയാളികളായിട്ട് ആളുകളുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിലാളുണ്ട്, ധാരാളം എഴുത്തുകാരുണ്ട്. ഇതിൽ ആരാണ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് അല്ലേ? വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകും. MT വാസുദേവൻ നായർ ഉൾപ്പെടുന്ന ആളുകളുണ്ടായിരിക്കാം അല്ലേ, എന്നാൽ ONV കുറുപ്പിന് ഉൾപ്പെടുന്ന ആളുകളുണ്ടായിരിക്കാം അല്ലേ, മുൻഷി പ്രേംചന്ദിന് ഉൾപ്പെടുന്ന ആളുകളുണ്ടായിരിക്കാം, ടാഗോറിന് ഉൾപ്പെടുന്ന ആളുകളുണ്ടായിരിക്കാം, ധാരാളം വ്യത്യസ്തമാണ്. അപ്പം നമുക്ക് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആരെല്ലാമാണ് അതിൽ ഉൾപ്പെടുക എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ദീസ് ആർ നോട്ട് വെൽ ഡിഫൈൻഡ്, നോട്ട് വെൽ ഡിഫൈൻഡ്, നോട്ട് വെൽ ഡിഫൈൻഡ്. അപ്പം ഈ കാണിച്ചിരിക്കുന്ന എല്ലാ കളക്ഷൻസ് എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. ഈ കാണിച്ചിരുന്ന കളക്ഷൻസ് എന്ത്? നോട്ട് വെൽ ഡിഫൈൻഡ് ആണ്. സോ ദീസ് ആർ നോട്ട് സെറ്റ്സ്, നോട്ട് considered as sets, but these are what? Sets. So these are what? Sets. These are what? Not sets. So what is a set? A set is a well-defined collection of objects. വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം വസ്തുക്കളെ നമ്മൾ എന്ത് പറയാ? സെറ്റ് എന്ന് പറയാം. ഓക്കെ, സെറ്റ്സ് മീൻസ് വാട്ട്? എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. മനസ്സിലായല്ലോ? സെറ്റ് എന്താണ്? വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം വസ്തുക്കളെ നമ്മൾ എന്ത് പറയാ? സെറ്റ് എന്ന് പറയാം. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. Some important points to be noted. Okay, these are what? Some important points. See, for the first point, sets are denoted by capital letters A, B, C, etc. Sets are denoted by capital letters A, B, C, etc. നമ്മൾ സെറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? We are using letters A, B, C, etc. But second point now, the Greek symbol epsilon, see this is epsilon, is used to denote belongs to. എന്താണ് belongs to? Belongs to means ഉൾക്കൊള്ളുന്നു അല്ലേ, അടങ്ങിയിരിക്കുന്നു. So we use this letter epsilon is what? To denote belongs to. Next point is, if X is an element of set A, if X is an element of set A, then symbolically we can write now X belongs to A. How you read this? X belongs to A. X belongs to A. If X is an element of set A, then we write what? X belongs to A. If X is not an element of set A, if X is not an element of set A, then we write what? X not belongs to A. X not belongs to A. So these are the points to remember. See on the board, notation of some useful sets. Here, n, set of all natural numbers. So n represent what? N represent set of all natural numbers. Z, set of all integers. Z is used for what? Set of integers. Q, set of all rational numbers. Set of all rational numbers. And what is R? Set of all real numbers. Set of all real numbers. Z plus mean what? Set of all positive integers. And what? Q plus means what? Set of all positive rational numbers. And what? R plus means what? Set of all positive real numbers. So in this chapter we use these notations instead of this. നമ്മൾ എവിടെയെങ്കിലും n എന്ന് കണ്ടാൽ that means what? Set of natural numbers. Q എന്ന് കണ്ടാലോ that represent what? Set of rational numbers. If some R കണ്ടാലോ set of real numbers എന്ന് ഓർത്തിരിക്കണം. So you have to what? Remember these all notations. Next heading is representation of sets. Representation of sets. Now we have to study how to represent a set.
how to represent a set. See, there are two different methods of representing a set. There are two different methods to represent what? A set. The first one is roster form, is also called what? Tabular form. Roster form or tabular form. See, in this method, a set is represented by listing all the elements. Listing all the elements and separated by commas and what? Enclosed within braces. Example, set of natural numbers, set of natural numbers less than 5. Set of natural numbers less than 5. So we have to represent this set using what? Roster form or tabular form. How we represent? We can write what now? Write all the elements. Which are the elements? Set of natural numbers less than 5. 5-നേക്കാൾ കുറവായ എണ്ണൽ സംഖ്യ ഏതെല്ലാമാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4. These are the elements. Okay, 1, 2, 3, 4. We have to separate it using what? Commas. Comma it separate and what? Enclosed within braces. We use what? Curly bracket. It's called curly bracket. We use what? Curly brackets what? For representing this. So, set of natural numbers less than 5, we can write like this. Set 1, 2, 3, 4. See another example, like what now? Set of vowels in what? English alphabet. Set of vowels in English alphabet. See, which are the vowels? We know that A, E, I, O, U. Okay, A, E, I, O, U are what? The English vowels in English alphabet. So we write the set what? Set A, E, I, O, U. We write what? All the elements. We write all the elements and what? Put commas and last we put what? Enclosed within braces. So our first method is what? Roster form or tabular form. In this method, we write all the elements. We list what? All the elements and what? Separated by commas and what? Enclosed within braces. So we remember that when we are writing a set in roster form, we can write the elements in any order. We can write the elements in any order. That means this set, that means what? Set 1, 2, 3, 4. We can write in any order. We can write what? Like 2, 4, 3, 1. Isn't it? The order of the elements is what? Immaterial. It is not important. When we are writing in a set in roster form, we can write the elements what? In any order. Okay. Now second method is set builder form. Set builder form is also called what? Rule method. Set builder form or rule method. See, suppose set 2, 4, 6. A set is given 2, 4, 6. This is what? In roster form. We have to convert this set into what? Set builder form. So, we can write now all the elements of the set. Here 2 is an element, 4 is an element, 6 is an element. All these elements, we can use X for representing what? All the elements. So in set builder method, we use what? A symbol X for what? Describing all the elements. എല്ലാ elementsനെയും കൂടി represent ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? We use a variable X. After this X, we put a colon. Colon means what? 2 dots. Put a colon. After the colon, we write the characteristic property possessed by the elements of set. 2, 4, 6 എന്നാണ് ഈ എലമെന്റ്സിലെ സെറ്റിലെ എലമെന്റ്സ് അല്ലേ? ആ എലമെന്റ്സ് ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു എന്ത് എഴുതണം? ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. സി 2, 4, 6 ഓൾ ആർ വാട്ട്? ഈവൺ നമ്പേഴ്സ് ആണ് അല്ലേ? എല്ലാം എന്താണ്? ഈവൺ നമ്പേഴ്സ് ആണ്. എല്ലാം എന്താണ്? 7-നേക്കാൾ കുറവാണ്. സോ വി ക്യാൻ റൈറ്റ് വാട്ട്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് an even number. X is an even number
which is what? Less than 7. So what? We put what? Within braces. See, in rostrum form, all the elements are what? Listed. But in set builder method, we use what? A symbol X for denoting all the elements. After the symbol, we put what? A colon. Then we write what? A characteristic property. ഈ എലമെന്റ്സിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ എന്ത് എഴുതണം? ഒരു പ്രോപ്പർട്ടി എഴുതണം. ഹിയർ 2, 4, 6 എല്ലാം എന്താണ്? ഈവൺ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ്. സോ വി റൈറ്റ് വാട്ട്? എക്സ് ഈസ് an even number which is what? Less than 7. See another example. Here set 1, 3, 5, 7 etc. It is given in roster form. To convert this into set builder form, we write what? No, x. For denoting all the elements, we use what? X. After x, we put a colon and we write what? A characteristic property. എന്താണ് elements ഇവിടെ? 1 ഉണ്ട്, 3, 5, 7 അല്ലേ? എല്ലാം എന്താണ്? Odd numbers ആണ്. All are odd numbers. So we write what? X is an odd number. X is an odd natural number. Here no, 1, 3, 5, 7 etc. is going on. There is no limit. So only we write what? X such that x is an odd number, odd natural number. Finish. See another example. -2, -1, 0, 1, 2. Set -2, -1, 0, 1, 2. So in set builder method, we use a symbol X for denoting what? All the elements. We use a symbol X for denoting all the elements. Then we write what? Put a colon. After the colon, we have to write the property of these elements. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? ഇവിടെ -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഇതൊക്കെ എന്താണ്? These are all integers ആണ്, പൂർണ്ണസംഖ്യകളാണ്. നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, 0 ഉണ്ട്, പോസിറ്റീവ് നമ്പർ. സോ these are what? Integers. പക്ഷെ എല്ലാ integers ഉണ്ടോ? ഇവിടെ 3 ഉണ്ടോ? ഇല്ല. 4 ഉണ്ടോ? ഇല്ല. -5 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? These are all integers. In between -3 and what? 3. So x such that x is an integer. X is what? An integer. X is all these elements are what? Integers. And these are lying between what? -3 and what? 3. How we write? We write like this. X greater than -3 less than 3. എന്താ വായിക്കുക? X greater than -3. X -3യേക്കാൾ വലുതാണ്, ലെസ് ദാൻ 3, 3യേക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞാൽ -3നും ഇടയ്ക്കുള്ള എല്ലാ ഇൻറ്റിജേഴ്സും. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? The elements are -2, -1, 0, 1, 2 ആണെന്ന് മനസ്സിലാവും. So in set builder method, we use a symbol X for describing all the elements. And after the symbol X, we put a colon. Then we write what? The characteristic property possessed by the elements. And we what? All this enclosed within what? Braces. This is what? Set builder form or what? Rule method. So there are two methods for denoting a set. For representing a set, there are what? Two different methods. One is what? Roster form or what? Tabular form. Second one is what? Set builder form or what? Rule method. These are the two different methods. ഒരു സെറ്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ രണ്ട് മെത്തേഡുകൾ. ഒന്നെന്താണ്? റോസ്റ്റർ ഫോം, അല്ലെങ്കിൽ എന്ത് പറയാം? ടാബുലാർ ഫോം. എന്നാൽ രണ്ടാമത്തെ മെത്തേഡ് സെറ്റ് ബിൽഡർ ഫോം, അല്ലെങ്കിൽ എന്താണ്? റൂൾ മെത്തേഡ്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡിൽ ഇൻ റോസ്റ്റർ ഫോം നമ്മൾ എന്ത് ചെയ്യണം? വി ഡിനോട്ട് ഓൾ ദ എലമെന്റ്സ്, അല്ലെ? എല്ലാ എലമെന്റ്സ് എഴുതണം. ബട്ട് ഇൻ സെറ്റ് ബിൽഡർ ഫോം വി യൂസ് വാട്ട്? എ സിംബൽ എക്സ് and what? Write in the characteristic property. So we can stop today's class. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. So thank you for watching my class.